അതിൻ്റെ പുതമണ്ണ് ഭാഗത്ത് ഒരു ഗ്രാമപ്രദേശം കണ്ട നമ്മുടെ ഇവിടെ ഈ ഒരു പൊക്കത്തിൽ ഒരു കുന്നിലേക്ക് ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. പിന്നെ ഉത്തമൻ എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ കൂടെ തന്നെയുണ്ട്, ഇവിടെ തന്നെയുള്ള ആളാണ്. വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പുതമൺ വയലത്തല എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ഇവിടെ ചെറുകോൽ പഞ്ചായത്ത് ഇക്കരെ പമ്പയാറിൻ്റെ അക്കരെ ഇക്കരയായിട്ട് ചെറുകോൽ പഞ്ചായത്ത് ഇക്കരയും അരൂർ പഞ്ചായത്ത് അക്കരയും അരൂർ കഥകളി ഗ്രാമപഞ്ചായത്ത് എന്നിപ്പോൾ അറിയപ്പെടുന്നത്. അത് ഗ്രാമപഞ്ചായത്തും അക്കരെ ഇക്കരയാണ്. ഈ ചെറുകോൽ പഞ്ചായത്തിൻ്റെ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ താഴ്ചയിലോട്ടുള്ള ഈ ഗ്രാമമൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ കൂടുതൽ റബ്ബറും തോട്ടങ്ങളായിരുന്നു, ധാരാളമായിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന ഉത്തമൻ, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഒക്കെ ആയി വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പിന്നെ കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ ഇവിടെയൊക്കെ. വള്ളിയെ പിടിച്ചു, അതുകൊണ്ടാണ് വള്ളിയെ കാലൂരി. വെള്ളമുണ്ടോ അതിനകത്ത്? കുറവാണ്. ആ പഞ്ചായത്ത് കണക്ഷൻ ഇല്ലല്ലേ? പഞ്ചായത്ത് കണക്ഷൻ ഇനി വരെ വന്നിട്ടില്ല, പള്ളിയുടെ അവിടെ വരെ വന്നിട്ടില്ലയോ? അയ്യോ കഷ്ടമുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം പിടിക്കണം അല്ലയോ മോനെ? ഈ ഡെയിലി പിടിക്കുവാണോ വെള്ളം? വെള്ളം പിടിച്ചോണ്ട്. അയ്യോ, ഇത്രയും വെള്ളം വരുന്നുണ്ടല്ലേ ഊറ്റേ? ഇങ്ങനെ കുറച്ച് ഊറ്റ്. ഈ വെള്ളം എവിടുന്ന് വരുന്ന? ഇത് വെള്ളം ഊറ്റ് വരുന്നതല്ലേ? കുറേ കൂടെ രാവിലെ കുറച്ച് വെള്ളം കിട്ടുമല്ലേ? കുടിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ കുറവേ കൂടി ഇങ്ങനെ പാറയുടെ ഇടയിൽ കൂടെ വരുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ്. പക്ഷേ നമുക്ക് ഈ വെള്ളമേ അവർക്ക് ഉപയോഗിച്ച് ചൂടാക്കിയൊക്കെ എടുക്കാനൊക്കത്തുള്ളൂ. കുളിക്കാനൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ അവനെ? ഇല്ലല്ലേ? ആണോ? ആ വെയിൽ വരുമ്പോൾ കുറയുമോ? താന്നു പോയില്ലേ? അപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ബുദ്ധിമുട്ട് കഷ്ടപ്പാടാണോ രണ്ടുപേർക്കും രാവിലെ? ഇല്ല, വീഡിയോ ഞാൻ അധികം കാണിക്കത്തില്ല, പേടിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ ഇത്. ഇതിൻ്റെയൊക്കെ പ്രശ്നമുള്ളതൊക്കെ പരിഹരിച്ചു. നാളെ ഇപ്പം ഒരാൾ പഞ്ചായത്തിലൊക്കെ വന്ന് ഇതിനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ പൈപ്പ് കണക്ഷനൊക്കെ വേണ്ട ഇല്ലേ മോനെ? മോനറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ? മോനെത്രല്ല പഠിക്കുന്നത്? +1 ഞാൻ ടീച്ചറായിരുന്നു കേട്ടോ. ഞാൻ അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ അല്ല, ബോംബെയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പം ചെങ്ങന്നൂർ ഞാൻ ക്ലാസ് നടത്തുന്നുണ്ട് കേട്ടോ. +2 അധ്യാപകനാണ്, ഇംഗ്ലീഷാണ് എൻ്റെ വിഷയം കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനിക്കറിയത്ത് പോലുമില്ല. ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു ഇവിടെയൊക്കെ അല്ലേ, ഈ പിന്നെ കണക്ഷൻ ഉണ്ടോയെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞു പൈപ്പ് കണക്ഷനൊക്കെ അത്യാവശ്യം കണ്ടായിരുന്നു ഇങ്ങോട്ട് കയറി വരുന്ന വഴി. പക്ഷേ പള്ളിയുടെ അവിടെ വരെ വന്നിട്ട് പള്ളിക്ക് കണക്ഷൻ ഇല്ലേ? പള്ളിയിലൊക്കെ ഇങ്ങനെ കോരിയെടുക്കുവാണോ? പള്ളിയിലൊക്കെ ആവശ്യമുള്ള വെള്ളം കോരിയെടുക്കുവാണോ? ആണോ? ബന്ധപ്പെട്ടതല്ല. ഇത് അല്ലാതെ ഒരു പൊതു ഇവിടുത്തെ അല്ലേ, പറമ്പിനകത്തുള്ള അല്ലേ നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ അത്യാവശ്യം പൈപ്പിട്ടൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാരില്ലേ? പൈപ്പ് കണക്ഷനില്ലേ പോയിരിക്കുന്നത് വീടുകളിലേക്കുള്ള, അതായത് അവരുടെ പറമ്പിലേക്ക്, അവരുടെ തന്നെ ആയിരിക്കും പറമ്പല്ല അല്ലേ? വാ, നമുക്ക് താഴോട്ട് ഇറങ്ങി അവിടെ ആറ് കാണാമോ മോനെ? അത് കാണാം. ഉണ്ടോ? അതാ പുള്ളി പറഞ്ഞേ. വാ, നമുക്ക് ഇവിടെ നിന്ന് ആറിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. വാന്ന് ഏതായാലും വന്നതല്ലേ. വെള്ളം കുടിക്കുന്ന താഴെ പോകണം അല്ലയോ? വെള്ളം കുടിക്കുന്ന താഴെ പോകണം അല്ലയോ? ഒന്ന് എനിക്ക് അവരൊക്കെ ഇവിടെ വീട് താമസക്കാരുണ്ടല്ലോ, അതാ ഞാൻ ആലോചിച്ചു. ഇതൊക്കെ ആ പഴയ റബ്ബറും തോട്ടത്തിൻ്റെ ആ ഒരു രീതി. ഇവിടെയൊക്കെ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല ഒക്കെ റബ്ബർ തോട്ടങ്ങളായിരുന്നു. ഇപ്പോഴും ഇവിടെ ടാപ്പിംഗ് ഉണ്ട് കണ്ടോ, ടാപ്പിംഗ് ഉണ്ട്. തൊഴിലാളികളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ കണ്ട് പരിചയപ്പെട്ട ആ ഒരു അമ്മയും മകനും എന്ത് കഷ്ടപ്പെട്ട അവർ വെള്ളം പിടിക്കുന്നത്. അവരൊക്കെ ഇവിടെ താഴെ ഒരു വാടക വീട്ടിൽ അവർ താമസിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ തൊഴിലാളികളുടെ മക്കളൊക്കെ മോനായിരിക്കും ആ കണ്ടത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിച്ചില്ല. നമുക്ക് വീഡിയോ പിടിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നി. എന്തായാലും അവരുടെ ആ ഒരു ഗ്രാമത്തിലെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നമ്മൾ ചില ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. എന്നാലും അവരത് സന്തോഷകരമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് അപ്പുറത്തെ മലയും ഈ പമ്പയാറിൻ്റെ 2 വശങ്ങളിലുള്ള ഈ കുന്നുകൾ മല, ഈ ഇക്കരെ ചെറുകോൽ പഞ്ചായത്തിൻ്റെ വാഴക്കുന്ന്, അതായത് എന്താ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ പേര്? വയലത്തല, പുതമൺ വയലത്തല. ആ സൈഡിൽ നിന്നാണ് ഞാൻ ഈ ഗ്രാമഭംഗികൾ നിങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നത്.
നോക്കിയോ, ഇവിടുന്ന് ദൂരേന്ന് കാണാം അപ്പുറത്തെ ആ ഒരു വലിയ അമ്പലഭാഗം. അവിടെ കീഴ്ക്കൊഴി റാന്നിക്ക് പോകുന്ന അല്ലേ, വടശ്ശേരിക്കര അക്കരെ ആ മലയ്ക്കപ്പുറം, ആ മലയ്ക്കപ്പുറം വടശ്ശേരിക്കര പറ്റത്തില്ല. എന്തായാലും ഇവിടെയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ആൾക്കാർ ഓട്ടോറിക്ഷയൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷയൊക്കെ ഉപജീവന മാർഗമായിട്ട് ആൾക്കാർ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ടാപ്പിംഗ് തൊഴിലാളികളും ധാരാളം കാണുമായിരിക്കാം. എന്താ പൊക്കത്തിലൊക്കെ വരാൻ പറ്റിയ രീതിയിലുള്ള ഓട്ടോറിക്ഷ. ഒരു ചെറുതായിട്ട് ഇവിടെ നിന്ന് ഒരു കാഴ്ച ഫോട്ടോ ഇവിടെ നിന്നാൽ കാണാം. ഇവിടെ നിന്നാൽ ഏകദേശം കാണാം. ഞാനൊരു വീടിൻ്റെ ഉമ്മറത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ ഏകദേശം ഉണ്ടോ, ഈ കാണുന്നതാണ്, ദൂരെ കാണുന്നതാണ് പേരൂർച്ചാൽ പാലം. ആ പേരൂർച്ചാൽ പാലത്തിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞ ദിവസം വള്ളംകളി നടന്ന, മത്സര വള്ളംകളിയൊക്കെ നടന്ന് ഞാൻ നിങ്ങളെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു. ആ പേരൂർച്ചാൽ പാലത്തിൻ്റെ ദൃശ്യം ഇവിടെ നിന്ന് കാണാം. അപ്പം അവിടുന്ന് ആ കാണുന്ന വലിയ മരനിലകൾ, അതിനപ്പുറം വടശ്ശേരിക്കര റാന്നിക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിലെ ഭൂപ്രദേശങ്ങൾ, ഭംഗിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ പൊതമൺ വയലത്തല ഭാഗത്ത് നിന്ന് ഞാനും അദ്ദേഹം ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ കൂട്ടായിട്ട് അദ്ദേഹമുണ്ട്. ഞങ്ങൾ രണ്ടും ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്നൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, ഗ്രാമപ്രദേശങ്ങളിലെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ, സപ്ലൈ ഇല്ല, എന്താ കാര്യം? ആണോ? ഉണ്ടോ, പൈപ്പ് കണക്ഷൻ ഉണ്ട്, സപ്ലൈ ഇല്ല, അതാണ് കാര്യം. സപ്ലൈ ഇത്രയും പൊക്കത്തിൽ വരാനായിട്ട് അവർ പമ്പ് ചെയ്ത് വിടണം ഇങ്ങോട്ട് നല്ല ശക്തി പമ്പ് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. വാ, ഞങ്ങൾ എന്നാലേ ഇപ്പോൾ മുമ്പ് നമ്മൾ ദൃശ്യങ്ങൾ പിടിച്ച ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നല്ല വലിയൊരു പള്ളി എന്താ, അതായത് മാർ സെവേറിയോസ് ലീബ ഓർത്തഡോക്സ് വലിയ പള്ളി വയലത്തല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ പള്ളി നല്ല ഭംഗിയായിട്ട് ഈ പള്ളിയുടെ കാണാം. അവിടെ ആണോ, ഈ കുന്നിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നല്ല വലിപ്പത്തിലുള്ള വിശാലമായ സ്ഥലത്താണ് ഈ പള്ളിയും ഇതിനോട് ചേർന്ന് ശവക്കല്ലറയൊക്കെ ഉണ്ട്. അവിടുത്തെ മുൻവശത്ത് എഴുതിയിട്ടുണ്ടാവും പോലും. പള്ളിയുടെ ഈ ഭാഗത്തു നിന്നുള്ള ഇവിടെ ഈ ശവക്കല്ലറയാണ് ഈ ഭാഗത്ത്, സൈഡിലെല്ലാം. ഇവിടെ ഓരോരുത്തർ നോക്കിക്കഴിഞ്ഞാൽ വാ, ഇതാ കാണണ്ടേ, കണ്ടോ നമ്മുടെ ക്ഷേത്ര ഈ പള്ളി ഏത് വർഷത്തിലാണ് ഉണ്ടാക്കിയത് അറിയാമോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, നോക്കാം. അതായത് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഏത് വർഷത്തിലാണ്, ഞാൻ പറയാമേ നോക്കിയിട്ട്. ഈ സ്റ്റെപ്പ് കയറി മേപ്പോട്ടി എന്ന ഫ്രണ്ടിൽ ചെന്ന് ആണോ? ഇതൊക്കെ ഇതെന്തുവാ ഇവിടുത്തെ താമസിക്കുന്നത്, അച്ഛന്മാർ താമസിക്കുന്നത് ഉള്ളത്തിൽ ഫാമിലി. വലിയ ശവക്കല്ലറകളൊക്കെ ഇവിടെ കാണാം. ഉണ്ടോ, ഒരു കുതിര വാഹനമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഗോൾഡൻ ഫ്ലാഗ് പോസ്റ്റ് ഡെഡിക്കേറ്റഡ് ഓൺ October 30, 2013 ബൈ HG ഡോക്ടർ ജോഷുവ മാർ നിക്കോഡിമോസ്, മെട്രോപൊളിറ്റൻ ഓഫ് നിലയ്ക്കൽ ഡിയോസിസ്, വികാരി റവറൻറ്റ് ഫാദർ ഷൈജു കുര്യൻ. ഇതാണ് ഈ പള്ളിയുടെ പരിസരവും പള്ളിയുടെ അകമൊക്കെ ധ്യാനം. ശുദ്ധമാർഗി വർഗീസ് സഹതായ പടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പരിപാവനമായ അന്തരീക്ഷം. ഇവിടെ
പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. കാരണം ശനിയാഴ്ചയായിരുന്നു ഞാനിത് ഷൂട്ട് ചെയ്തത്. അടുത്ത ദിവസം ഇവിടെ പള്ളിയുള്ള ദിവസമാണ്. ഇടവകയുടെ കാവൽ വിശുദ്ധനായ ഇവിടെ ആരൊക്കെയോ പറമ്പിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അകൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അല്ല ക്ലീനിങ് ഒക്കെ ആയിരിക്കാം അവർ. പക്ഷേ പിന്നെ വിശുദ്ധ ദൈവമാതാവ് എൻ്റെ ഫോട്ടോ അവിടെ കാണാം. അതായത് ഇത് സ്ഥാപിച്ചത്, ശിലാസ്ഥാപനം നടത്തിയത് 1947 ഫെബ്രുവരി 22-ന്. 1991 മാർച്ച് 8-9 തീയതികളിൽ നിയുക്ത കാത്തോലിക്ക ശ്രീ മാത്യൂസ് കോറിലോസ് ചില പ്രധാന കർമ്മികത്വത്തിലും ഉദാശ ചെയ്യപ്പെട്ടു. 91-ലാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ശരി, നമ്മൾ ആ പള്ളിയുടെ ഭാഗം പിന്നെ മുന്നോട്ട് പോയി. നമ്മൾ പൊതമൺ ഭാഗത്തു നിന്ന് കയറി വന്നിട്ട് ഏകദേശം വീണ്ടും ഒരു 500-600-700 അടി മുകളിലാണെന്ന് തോന്നുന്നു. ഏകദേശം അത്രയും. ഇത് കൃത്യം കണക്ക് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ആദ്യം പിടിച്ചത് അവിടെ പള്ളിയുടെ ആ ഭാഗം ഇവിടെ നിന്നാൽ കാണാം. ഏകദേശം ദൂരെ ആ പള്ളിയുടെ ദൃശ്യങ്ങൾ അവിടെ കാണാം. ആ പള്ളി കാണുന്ന ആ വെള്ള നിറത്തിൽ ആ പച്ചപ്പിനിടയ്ക്ക് അത് കാണുന്ന പള്ളിയാണ്. ആ ഭാഗത്തു നിന്നാണ് നമ്മളിവിടെ വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വന്ന് വയലത്തല വഴി, ഇങ്ങനെ പൊതമൺ വയലത്തല വഴി ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന അഞ്ചാളങ്കാവ് സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഈ വഴിയാണ് നമ്മൾ കയറി വന്ന് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള റോഡൊക്കെ വളവും തിരിവും തിരിഞ്ഞാണെങ്കിലും റോഡ് ചെറുതാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത റോഡുകൾ തന്നെയാണ്. 2 വീലറുകളും കാറുകളും ഒക്കെ കയറിപ്പോകുന്ന നല്ല റോഡുകളൊക്കെ തന്നെയാണ്. കുറച്ചുകൂടി മെയിൻ്റനൻസ് ചെയ്താൽ മതി, അത്രമാത്രം. അപ്പോൾ ഇതിങ്ങനെ കയറി ഞങ്ങൾ പോകുന്ന ആ ഭംഗിയുള്ള സ്ഥലം കാണാനാണ്. അവിടെ നിന്നാൽ നമുക്ക് വളരെയേറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നൽ വെച്ചിട്ട് മുന്നോട്ട് പോയതാണ്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇതൊന്ന് കാണണമെന്ന് തോന്നി. അത് നിങ്ങളിലെത്തിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ. സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇവിടെ പേര് കണ്ടായിരുന്നു. ഇവിടെ ഒരു ചർച്ചും ഉണ്ട്, ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ റബ്ബർ തോട്ടം ആ വശത്തായിട്ട് ഭംഗിയായിട്ട് അതിലൊക്കെ തിരിച്ചുകൂടെ വലിയൊരു പൈനാപ്പിൾ തോട്ടം കണ്ടു. അപ്പം ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. ചെറുകോൾ ഗ്രാമപഞ്ചായത്തിൽ അരങ്ങാനം പഞ്ചായത്തിൽ അന്ത്യാളങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സലീം മാർത്തോമ പള്ളിക്കടുത്തുള്ള ഭൂപ്രദേശമാണ്. ഭംഗിയുള്ള ഇപ്പോൾ ഒരു തരിശ് ഭൂമിയായിട്ട് മൊട്ടക്കുന്നായിട്ട് ഒരു പ്രദേശം നമ്മുടെ കൈ കിട്ടിയാൽ എത്ര ഭംഗിയാക്കി എത്ര ഫലഭൂയിഷ്ടമാക്കി എടുക്കാമെന്നുള്ള ഉത്തമ ദൃഷ്ടാന്തം തെളിവാണ് ഇവിടെ കാണുന്നത് ഈ കൈതച്ചക്കത്തോട്ടങ്ങൾ. അതായത് ഇവിടെ റബ്ബർ കൃഷി മാത്രം കൊണ്ട് ഗുണകരമല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൈതക്കൃഷി വിശാലമായിട്ട് ചെയ്തിരിക്കുകയാണ്. അന്ത്യാളങ്കാവ് സലീം മാർത്തോമ ചർച്ചാണ് വശത്ത് കാണുന്നത്. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണെന്ന് നോക്കി. ഒരു മലമ്പ്രദേശം നമുക്ക് കൈ കിട്ടിയാൽ അതെങ്ങനെ വിളഭൂമിയാക്കാമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇതിവിടെ പൈനാപ്പിൾ കൃഷി നടത്താൻ വേണ്ടി മൊത്തം പൈനാപ്പിൾ കൃഷി ഇങ്ങനെ ചരിവൻ വനപ്രദേശങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് ചെയ്യണമെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് മൊട്ടക്കുന്നുകളായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ നമുക്ക് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ പറ്റും. സർക്കാർ ഭൂമിയാണെങ്കിൽ പാട്ടത്തിന് ചോദിക്കാമല്ലോ. അപ്പോൾ റബ്ബർ മാത്രമല്ല കൃഷി ചെയ്യാവുന്നത്. അങ്ങനെ കൈതച്ചക്ക കൃഷി നല്ല ഭംഗിയായിട്ട് നടത്തിയാൽ അതൊരു വലിയൊരു. പത്തനംതിട്ടയിലെ നാരങ്ങാനം പഞ്ചായത്ത്, ചെറുകോൽ പഞ്ചായത്ത് കഴിഞ്ഞ് ഇപ്പുറത്ത് നാരങ്ങാനം പഞ്ചായത്ത്, ആ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകൃതി ദൃശ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ റബ്ബർ തോട്ടം വളരെയധികം കണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ മല കയറി ഇങ്ങനെ റോഡിലൂടെ വന്ന വശത്ത് കണ്ടത് ഇവിടെ ഈ പൈനാപ്പിൾ കൃഷി ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ടിപ്പം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വേലി കെട്ടി തിരിച്ചിങ്ങനെ അതുവരെ ഇങ്ങനെ 11 kV ലൈനൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. വിശാലമായ ഭൂപ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്രയോ ടൂറിസം സാധ്യതയുണ്ടെന്നാണ് തെളിയിക്കുന്നത്. സ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള ടൂറിസം വികസനം അതല്ലേ നമുക്ക് ആവശ്യം. കേന്ദ്ര ടൂറിസം മന്ത്രാലയവുമായി യോജിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ട്രെക്കിങ്, റോപ്പ് വേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കാവുന്നതാണല്ലോ. ഇവിടെ കാണുന്ന ഒരു പ്രതിമ കണക്ക് എന്തോ കാണുന്നുണ്ട്, അത് സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലായി കാണുന്ന മലകൾ ഇവിടെ നിന്ന് കാണണമെങ്കിൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800-900 അടി ഉയരത്തിൽ അന്ത്യാളങ്കാവ് ഒരു ഗ്രാമത്തിന്റെ പ്രദേശങ്ങളിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ KSEBL കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ അങ്ങനെ ഒരു ബോർഡ് ഇവിടെ കണ്ടു. EKVA, അതായത് 100 11 kV എന്നൊക്കെ പറയുന്ന പോലെ 100 EKV എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏരിയയിൽ നിന്ന് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ സൈഡിൽ നിന്നാണ്. മഴയില്ല, പൊതുവെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഇവിടെ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഈ കുന്നുകളിലൊക്കെ കാറ്റ് വീശുന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിട്ട് താഴേക്ക് പോകുന്നു. ഞാനിവിടെ തിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആ ഭാഗത്തു നിന്ന്, പമ്പയാറിൻ്റെ ആ ഭാഗത്തു നിന്നാണ്. ഇവിടെ ദൂരെ കാണുന്നതാണ് നമ്മൾ വന്നത്. പമ്പ് ഹൗസാണ്, വാട്ടർ സപ്ലൈ ചെയ്യുന്ന സ്ഥലം. നമ്മൾ ഈ ഉയരത്തിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ വാട്ടർ സപ്ലൈ പോകേണ്ടത് ഇവിടെ നിന്നാണ് ശരിക്കും. നമ്മൾ ഒരു ഏകദേശം ഒരു 800 അടി ഉയരത്തിൽ തൊട്ട്, അതായത് 600 അടി 800 അടി വരെ നമ്മൾ ഉയരത്തിലൊക്കെ പോയ സ്ഥലങ്ങളിലൊക്കെ പൈപ്പ് കണക്ഷൻ ഉണ്ട്. അതായത് ശലീം മർത്തോമപ്പള്ളി അല്ല, അതിന് മുമ്പേ കണ്ട പള്ളി, സേവേറിയോസ് സ്ലീബ ഓർത്തഡോക്സ് പള്ളി വയലത്തല, അവിടെയൊക്കെ ആ ചർച്ചിൻ്റെ ഭാഗങ്ങളിലും അവിടെ എല്ലാ ഭാഗങ്ങളിലും പൈപ്പ് കണക്ഷൻ ഉണ്ട്. പല വീടുകളിലും അത് കുടിവെള്ള പദ്ധതി അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പൈപ്പ് കണക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ വെള്ളം മാത്രം അവിടെ, അത് ഇവിടുന്ന് സർക്കാർ അത് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. കൂടി ഞാനത് പറയുകയാണ്. എന്തായാലും കൂടെ വന്ന ഇദ്ദേഹമൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അവിടെ ഒക്കെ പൈപ്പ് കണക്ഷൻ ഉണ്ട് റോഡ് വരെ, പക്ഷേ പൈപ്പിന് നമുക്ക് വീടിന് ആവശ്യമുള്ള കണക്ഷൻ അത് കുടിവെള്ള പദ്ധതി പ്രകാരം പിന്നെ നമ്മുടെ എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് ഇതൊക്കെ എത്തിക്കും എന്നുള്ള പദ്ധതി ഉണ്ടെങ്കിൽ പോലും, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുടിവെള്ളം കിട്ടണമെങ്കിൽ ഇവിടുന്ന് പമ്പ് ചെയ്ത് ആവശ്യത്തിന് കുടിവെള്ളം മേളിലോട്ട് പൈപ്പ് പിന്നെ കയറ്റി വിടണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ മനോഹരമായ ഈ പമ്പയാറിൻ്റെ 2 കരകൾ, അങ്ങേക്കര എന്ന് പറയുന്നത് മുക്കന്നൂരാണ്. മുക്കന്നൂർ കടവ് ഇവിടെ നിന്ന് ഏകദേശം കാണാൻ സാധിക്കും, എന്നാലും ഈ വൃക്ഷങ്ങളുള്ളതുകൊണ്ട് കാണത്തില്ല. ഇത് കോഴഞ്ചേരി കീക്കൊഴി വഴി റാന്നിക്ക് പോകുന്ന റോഡാണ്. ഇവിടെ കാണുന്നത് മുകളിൽ ചെറുകോൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. സംസ്ഥാന സർക്കാർ കൂടി യോജിച്ച് നടപടികൾ എടുക്കട്ടെ, എത്രയും വേഗം എന്ന് പ്രതീക്ഷിക്കട്ടെ. ഏതായാലും ദൃശ്യഭംഗികളൊക്കെ പകർത്തുന്ന കൂട്ടത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ സാധിച്ചു. മുന്നോട്ട് ഇനിയും താഴേക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഇത്ര സുന്ദരമായ ഗ്രാമപ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലാണ്. അപ്പോൾ ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെ. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയ്ക്കടുത്ത് കോഴഞ്ചേരി റാന്നി താലൂക്കിനടുത്ത്. ഇത് കണ്ടോ, ഇവിടെ വള്ളം വിശ്രമത്തിലാണ്. പാർത്ഥസാരഥിയുടെ പള്ളിയുടെ മാണി കിടക്കുന്നത്. ഇടപ്പാവൂർ പേരൂർ വള്ളം കളിയൊക്കെ കഴിഞ്ഞു, സമാധാനമായി വിശ്രമമാണ്. ഇനി ഉത്സവകാലങ്ങൾ അടുത്ത വർഷമേ ഉള്ളൂ. എത്ര ശാന്തസുന്ദരമായി ഒഴുകുന്ന പമ്പയാറ്. ഇത് പേരൂച്ചാർ പാലം. ദൂരെ നിന്ന് നമ്മൾ വ്യൂ കണ്ടതാണ്. അപ്പോൾ നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കണേ. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.